ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന അർദ്ധരാത്രി നടന്ന സ്വീഡൻ വിസസ് ഫ്രാൻസ് മത്സരത്തെ കുറിച്ചാണ്. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫ്രാൻസിന് എന്തായാലും ഏകപക്ഷം എത്ര ഗോളിനാണ് ജയിക്കുക എന്നുള്ളതാണ്. പക്ഷെ കളി തുടങ്ങിയപ്പോൾ സ്വീഡൻ അതിഗംഭീരമായിട്ട് ഒരു 15 മിനിറ്റ് കളിച്ചു. പിന്നെ ഫ്രാൻസിന്റെ കയ്യിലായിരുന്നു കളി. ഫ്രാൻസ് 3-0 വിജയിക്കായിരുന്നു. അതേപോലെ എന്താണോ ഈ ചങ്ങായിമാർ കാട്ടുന്നത്? സ്വീഡൻ ഫസ്റ്റ് കുറച്ചൊരു 15 മിനിറ്റ് സ്വീഡൻ കളിയിലേക്ക് ആധിപത്യം നമ്മൾ വിചാരിച്ച നല്ല ടൈറ്റ് മത്സരിക്കുന്നത്. പിന്നെ തുടങ്ങി മോനെ ഫ്രാൻസിന്റെ അറ്റാക്ക്. ഫ്രാൻസ് ദശാംശ് പറഞ്ഞുകൊണ്ട് പിള്ളേർക്ക് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ മിഡ്ഫീൽഡിൽ നിന്ന് ആയിക്കോട്ടെ ഡിഫൻസിംഗ് ആയിട്ട് ബോൾ റിക്കവർ ചെയ്യുക, ഫൈനൽ ഫോറിലേക്ക് സപ്ലൈ ചെയ്യുക. അവര് പിന്നെ നോക്കിക്കോളൂ ബാക്കി കാര്യങ്ങൾ. അങ്ങനെ തന്നെയാണുള്ളത്. ഇവരുടെ ഫൈനൽ ഫോർ നോക്കിക്കഴിഞ്ഞാൽ ഡെംബലെ, ഒലീസി, എംബാപ്പെ, ബാർക്കോള അല്ലെങ്കിൽ ഡിസൈഡ്. ഇവരിൽ 5 പേരിൽ 4 ആൾക്കാരായിരിക്കും അവിടെ ഉള്ളത്, ആ ഒരു സ്റ്റാർട്ടിങ്ങിലുണ്ട്. പിന്നെ വേറെ എന്താ പറയാ, വേറെ എല്ലാ ഡിഫൻഡർമാരും എന്താ ചെയ്യാൻ എന്താ പറഞ്ഞാൽ ഇവന്മാര് ഒരാൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എപ്പോഴാ പോകുക, അതുപോലെ മിഡിൽ കയറി കളിക്കുക. ഒരു പൊസിഷൻ ഇല്ലാതെ എങ്ങനെയാണ് വരികയെന്ന് ഒരു പിടി ഉണ്ടാവില്ല. അത് അവർക്ക് 4 പേർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിഫൻഡർ ഇപ്പോൾ ഡെംബലിനെ ഒരു സൈഡിൽ പാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ പക്ഷേ ആൾക്ക് അത് കഴിയാതെ വരും. എന്താ പറയുക, ഡെംബലെ മെല്ലെ മിഡിലേക്ക് കയറി കളിക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മാറി കളിക്കുക. അങ്ങനെ എന്താ പറഞ്ഞാൽ ഇതിൽ ഒലീസയുടെ കാര്യം നോക്കിയാൽ ഡെംബലയുടെ കാര്യമൊക്കെ നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഒരേപോലെ വശമുള്ള ആൾക്കാരാണ് ഡിസൈഡുകളുടെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ ഇവര് എന്താ ബോള് നമ്മുടെ എതിർ ടീം സ്വീഡന്റെ കയ്യിൽ നിന്നൊക്കെ ഇന്നലെ റിക്കവറി എടുത്തിട്ട് അത് നല്ലൊരു പങ്കുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഡിഫൻഡർമാർക്കും അതേപോലെ മിഡിലും സ്വീഡന്റെ കയ്യിൽ നിന്ന് ബോൾ റിക്കവർ ചെയ്യുക, അത് കിടിലൻ ഡിഫൻസും ആയിരുന്നു, ഒന്നും പറയാനില്ല. ഫ്രാൻസിന്റെ ഡിഫൻസ് നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവര് ഇന്നലെ നമ്മുടെ ഗൈക്കോറാസും അതേപോലെ തന്നെ ഇസാക്കൊക്കെ ഉണ്ടായിട്ട് അവരൊക്കെ കഠിന പരിശ്രമിച്ചിട്ടുണ്ട് ആ ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഗോൾ കീപ്പറും അതേപോലെ ഡിഫൻസും നല്ലപോലെ, അതേപോലെ ഈ റിക്കവർ ചെയ്യുന്ന ബോൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആ ഫൈനൽ ഫോറിലേക്ക് എത്തുന്ന അത് രസകരമായി. അതാണ് ഇവന്റെ ടാക്ടിക്സ് കാരണം തന്നെയാണ്. പിന്നെ ഡെംബലെയോ, എംബാപ്പയോ, ഒലീസിയോ, ബാർക്കോളയോ, ഡിസൈഡിയോ ആരാന്നറിയില്ല, അവർ ആരെങ്കിലും ഒരാൾ സ്കോർ ചെയ്തിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ എംബാപ്പെ വീണ്ടും റെക്കോർഡ് ഇട്ടിരിക്കുക, നോക്കൌട്ട് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന താരമായി മാറിയിരിക്കുകയാണ് ഈ കീലിയൻ എംബാപ്പെ പറയുന്ന ഫ്രാൻസിന്റെ വജ്രായുധം. ഫ്രാൻസിന്റെ ക്യാപ്റ്റനായിട്ട് മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മത്സരത്തിൽ 2 ഗോളുകൾ വെച്ച് അടിച്ചു കൂട്ടിയിട്ടപ്പോൾ ലയണൽ മെസ്സിക്ക് എപ്പം 6 ഗോളുകൾ അടിച്ചിട്ട് ആള് ടോപ്പ് സ്കോറർ ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള ഇതിൽ നിൽക്കുകയാണ്. ഇപ്പം ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള ഒരു ഫൈറ്റിൽ നിൽക്കുകയാണ്. മെസ്സിക്ക് ഇനി ഒരു മത്സരം കൂടി ബാക്കിയുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോ ഈ വേൾഡ് കപ്പ് കഴിയുമ്പോഴേക്കും ആരായിരിക്കും ലയണൽ മെസ്സി ഓർ എംബാപ്പെ ആരായിരിക്കും ഗോൾഡൻ ബൂട്ട് നേടുക? എന്താ പറഞ്ഞാൽ ഫൈനൽ വരെ എത്തുന്ന ടീം തന്നെയായിരിക്കും അത് കൂടുതൽ ചാൻസ്. അതിനു മുമ്പ് ഇപ്പോൾ അടിച്ചു കൂട്ടിയാൽ പറയാൻ പറ്റില്ല, 2 പേർക്കുണ്ട് ചാൻസ്. അപ്പോൾ നിങ്ങൾ ഇത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലയണൽ മെസ്സി ആണോ അതോ എംബാപ്പെ ആണോ ഈ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് നോക്കാം? കളിയിലൂടെ നമ്മൾ നോക്കിയാൽ ഫ്രാൻസിന്റെ ആധിപത്യം തന്നെ പറയാം. കിട്ടുന്ന കൗണ്ടേഴ്സും അതേപോലെ തന്നെ നല്ല നല്ല 2-3 ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഫ്രാൻസിന്റെ ഗോൾ കീപ്പർ നല്ല രീതിയിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗംഭീര ഡിഫൻസ്, ഒരു രക്ഷയില്ല. ക്ലീൻ ഷീറ്റാണ് ഇന്നലെ 3-0 വിജയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 6 ഗോൾ അടിക്കേണ്ട ചാൻസ് ഫ്രാൻസിനുണ്ടായിരുന്നു. 1-2 ബാറിൽ തട്ടിപ്പോയപ്പോ എന്താ പറയാ, അവരുടെ ഗോൾ കീപ്പർ, സ്വീഡന്റെ ഗോൾ കീപ്പർ അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ചങ്ങയുടെ പെർഫോമൻസും കൂടിയായി അവരുടെ ഡിഫൻസും അത്ര നന്നായിട്ട്. ആ ഫസ്റ്റ് ഗോൾ എംബാപ്പെ അടിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഫ്രാൻസ് ഒരുവിധം മൊത്തം ഡെംബലെ ആയിക്കോട്ടെ അതേപോലെ തന്നെ ഒലീസ ആയിക്കോട്ടെ, ഒലീസയുടെ ഒക്കെ എണ്ണം പറഞ്ഞ ഷോട്ടുകളാണ്. ബാറിലും അതേപോലെ ഗോൾ കീപ്പറിന്റെ സേവ്, അതേപോലെ പോസ്റ്റ് അരികിലൂടെയൊക്കെ ചെറിയ ഡിഫറൻറ്റിൽ പോയത്. അത്രയും ഇതുണ്ടായിരുന്നു. ആ ഒരു ആദ്യ ഗോൾ വീഴാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു, ഇല്ല എന്ന് പറയുന്നില്ല. ആ ഗോള് കിട്ടിക്കഴിഞ്ഞാൽ, മിഡ്ഫീൽഡിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിന്നെ ഇവർ 4 പേരിലാണ് കളി കൺട്രോൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇതിന് എങ്ങനെ മറികടന്ന് മറ്റു ടീമുകൾക്ക് പോകാൻ പറ്റുന്നത്. ഇനിയിപ്പോ അടുത്ത കളി പരാഗയായിട്ട് വരാൻ പോകും. പരാഗയ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഞങ്ങള് ജർമ്മനിയെ പരാജയപ്പെടുത്തി, അർജന്റീനയും ബ്രസീലിനെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ജർമ്മനി മറികടന്നിട്ട് ഇനിയിപ്പോ ഫ്രാൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് വിഷയമില്ല. എന്താ പറയുക, ഞങ്ങള് ഹൈടെക്കിൽ പരിശീലിച്ചു വരുന്നില്ല, ഞങ്ങൾ ബൂട്ടില്ലാണ്ട് കളിച്ചിട്ട്. ആൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ് വളരെ എന്താ പറയാ, ഒരു ഇമോഷണലി ടച്ചുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഈ ഹൈടെക്കിൽ കളിച്ചു വളർന്നവരുന്നല്ല, ഞങ്ങളുടെ ഈ ഒരു വെള്ള ജേഴ്സിയിൽ ആ ഒരു റെഡ് മാർക്ക് ഉണ്ടല്ലോ, അത് ഈ കഠിനാധ്വാനങ്ങളും നമ്മുടെ പിതൃക്കന്മാരും അതേപോലെ ഞങ്ങൾക്ക് ഇത് തന്നിട്ടുള്ള ആ ഒരു ഇത് പറയുന്നുണ്ടല്ലോ, അത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ്. എന്താ പറഞ്ഞാൽ അവര് ബൂട്ടില്ലാതെ കളിച്ചും അങ്ങനെയുള്ള ഹൈടെക്കിലൂടെ പരിശീലിക്കാതെയൊക്കെയാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പരാഗയായിട്ടാണ് അടുത്ത മത്സരം വരാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ മൊറോക്കോ ആയിരിക്കും മിക്കവാറും വരാൻ ചാൻസ്. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞാൽ പിന്നെ സെമി ഫൈനലും ഫൈനലും എന്തായാലും ഫ്രാൻസ് ഫൈനലിന്റെ ഒരു ഭാഗത്തുണ്ടാവും. മറ്റേ ഫ്രാൻസിനെ എങ്ങനെയാണ് മറികടക്കാനുള്ള മറ്റുള്ള ടീമുകളൊക്കെ ഭയങ്കര തന്ത്രപ്പെടാം. എന്താ പറയുക, ഈ 4 പേരെയും പൂട്ടണം. ഏതെങ്കിലും ഒന്ന്, കഴിഞ്ഞ കളിയിൽ ഡെംബലെ ഫോം ആണെങ്കിൽ ഈ അവസാന മത്സരത്തിൽ എംബാപ്പെ ഫോം, അല്ലെങ്കിൽ ഒലീസെ, ഇവർ ആരെങ്കിലുമൊക്കെ ഒരാൾ 1-2 ആൾ ഫോമിൽ എത്തിയിരിക്കും, ഗോൾ സ്കോർ ചെയ്തിരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ 4 ആളിനെയും പൂട്ടണം. മറ്റുള്ള ടീമുകളിലൊക്കെ കഴിഞ്ഞാൽ ഏതെങ്കിലും 2 പ്ലെയർ നോക്കിയാൽ മതി. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ ഫൈനൽ 4 നോക്കണം. ഇനിയിപ്പോൾ ഫൈനൽ 4 പൂട്ടുകയാണെങ്കിൽ മിഡ്ഫീൽഡർമാർ ആരെയും വന്ന് ഗോൾ സ്കോർ ചെയ്യുന്നുള്ള കാര്യമാണ്. ഗോൾ സ്കോർമാരുടെ പട്ടിക നോക്കി കഴിഞ്ഞാൽ 6 ഗോൾ അടിച്ച് ലയണൽ മെസ്സിയും എംബാപ്പയും
ഒപ്പത്തിന് പോണ്. ഹാലണ്ട് 5 ഗോളുമായി തൊട്ട് പുറകുണ്ട്. ഡെംബലെ 4 ഗോളുമായിട്ട് തൊട്ട് പുറകിൽ തന്നെ ഉണ്ട്. അപ്പോ ഫ്രാൻസ് വിനീഷ്യസ് ജൂനിയറാണ് പിന്നെ 4 ഗോളായിട്ട് ബ്രസീലിന് വേണ്ടിയിട്ട് 5ാം സ്ഥാനത്തുള്ളത്. അപ്പൊ എന്തായാലും ഗോൾഡൻ ബൂട്ട് ഇപ്രാവശ്യം എന്തായാലും കട്ടുകട്ടിയായിരിക്കും. റൗണ്ട് ഓഫ് 32 ആരംഭിച്ചിട്ടുള്ള അപ്പോഴേക്കും 6 ഗോളുകളും 5 ഗോളുകളും 4 ഗോളുമായിട്ട് ഗോൾഡൻ ബൂട്ടിനുള്ള റേസ് നല്ല കട്ടുകട്ടിയിരിക്കും. അപ്പൊ ഈ വേൾഡ് കപ്പിൽ ആരായിരിക്കും ഗോൾഡൻ ബൂട്ട് നേടുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് നോക്കണ്ട, റെക്കോർഡുകളാണ്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഷോട്ടുകളും കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. 25 ഷോട്ടുകളാണ് ഫ്രാൻസ് എടുത്തിട്ടുള്ളത്. അതിൽ 13 ഓൺ ടാർഗറ്റ് ഇരിക്കുക എന്നുള്ള കാര്യം ആലോചിക്കണം. അവിടെ സ്വീഡന്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ 8 ഷോട്ടുകൾ, അതിൽ 3 മാത്രം ഓൺ ടാർഗറ്റിലേക്ക് വന്നിട്ടുള്ളൂ. അത് 3 കെല്ലിനായിട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 61% ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രാൻസിന്റെ ഭാഗത്ത്, 39% മാത്രം സ്വീഡന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നുള്ളൂ. 523 പാസുകൾ ഫ്രാൻസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 326 പാസുകളാണ് സ്വീഡൻ കംപ്ലീറ്റ് ചെയ്തത്. 91% പാസിംഗ് കുറിച്ച് ഉണ്ടായിരുന്നു. അവിടെ നോക്കണം 81%. 14 ഫൗളുകൾ ഫ്രാൻസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ സ്വീഡൻ 10 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ 3 ഓഫ് സൈഡ് ഫ്രാൻസിന്റെ ഭാഗത്ത്, അവിടെ ഒരു ഓഫ് സൈഡ്. 9 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ സ്വീഡൻ ഒരു കോർണേഴ്സ് ആണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും തീ പാറിയ ഒരു പോരാട്ടം കാത്തുനിന്നു. പക്ഷെ തീ പാറിയ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് തീ പാറിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി ഫ്രാൻസിന്റെ മുന്നോട്ട് പോക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താണ്, പരാഗ്വ, മൊറോക്കോ, അത് കഴിഞ്ഞാൽ സെമി ഫൈനലിൽ ഇനിയിപ്പോൾ ആരാ വരുമെന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫൈനൽ. എന്തായാലും ഫൈനൽ ഒരു ബർത്തിൽ ഇവിടെയുള്ള ഇനിയിപ്പോ ഈ ഭാഗത്ത് പോർച്ചുഗൽ വരാൻ ചാൻസ് ഉണ്ട്, സ്പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. ആരാണെങ്കിലും പണിയാണ് മോനെ. ഈ ചങ്ങായിമാരുടെ അടുത്ത് പണി പാടുപെടുന്നുള്ള കാര്യത്തിലാണ്. പിന്നെ കഴിഞ്ഞ ഇവർക്ക് എതിരെ കളിക്കുകയെന്ന് പറഞ്ഞാൽ അത്രയും നല്ല അറ്റാക്കിംഗ് ത്രയായിട്ട് തിരിച്ച് അതേ മറു ആയുധത്തിൽ പണി കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിൽ അർജന്റീന ചെയ്ത പരിപാടി ചെയ്യണം. അല്ലാതെ ഫ്രാൻസിനെ പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. അങ്ങനെ ഫ്രാൻസിനെ ആരാണ് പിടിച്ചു കിട്ടുക ഈ വേൾഡ് കപ്പിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷൻ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.